തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് 91 മുറിവുകൾ, 7 വാരിയലുകളിൽ പൊട്ടലുകളുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ 24 ലഭിച്ചു. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജിബിൻ, ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയതിനേക്കാൾ വലിയ ക്രൂരതയാണ് ആ കുഞ്ഞിന് നേരെ ഉണ്ടായത് എന്നുള്ളതാണോ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത്? അസുഖ തന്നെയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ 1.5 വയസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ ഉള്ളത്. കാരണം ഒന്നിച്ച് താമസിക്കാൻ ശല്യമായത് കൊണ്ടാണ് കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഇപ്പോൾ അർഷാദ് പോലീസിനോട് വിവരിച്ചിരിക്കുന്നത്. നേരത്തെ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് ഈ 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് 51 മുറിപ്പാടുകൾ എന്നാണ് നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. ആ വിവരങ്ങളാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനുസരിച്ച് ഡോക്ടർ കണ്ടെത്തിയിരിക്കുന്നത് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ, അതായത് 1 വയസ്സും 4 മാസവും മാത്രം പ്രായമായ കുഞ്ഞിന്റെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, കുട്ടിയുടെ 2 കൈകളും നേരത്തെ ഒടുങ്ങിയിരുന്നു, അതിലും അസ്വാഭാവികതയുണ്ട്. അതിന് പിന്നിലും അർഷദ് എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. അതുമാത്രമല്ല, ഈ കുട്ടിയുടെ 2ാം അച്ഛനെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നു. SC/ST അട്രോസിറ്റി വകുപ്പ് ഉൾപ്പെടെ ഇതിലേക്ക് ചുമത്താൻ വേണ്ട നിയമ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ആദ്യത്തെ അച്ഛൻ അഖിലിന്റെയും അതുപോലെ തന്നെ അമ്മ അഖിലയുടെയും ജാതി സർട്ടിഫിക്കറ്റ് എടുക്കാൻ കൂടി ഇപ്പോൾ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അഖിലയ്ക്കെതിരെ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. കാരണം ഇവരോടൊപ്പം, അഖിലയോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്നതിന് ഈ കുട്ടി തടസ്സമായിരുന്നു, അതുകൊണ്ടാണ് ഈ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് അർഷാദ് ഇപ്പോൾ മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് കുട്ടിയെ അകാരണമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കുട്ടിയുടെ വാരിയലിൽ മാത്രം 7 പൊട്ടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന 51 മുറിപ്പാടുകളും മരണകാരണമായ തലയിലെ ഗുരുതരമായ ക്ഷതം, അത് കാരണം ഉണ്ടായ ആന്തരിക രക്തസ്രാവമാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച്, റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ വാരിയലിന് മാത്രം 7 പൊട്ടലുകളുണ്ട്. ശരീരത്തിലാകെ ഈ കണ്ടെത്തിയ മുറിവുകളിൽ, പാടുകളിൽ അത് എല്ലാം മുൻപ് പലതവണയായി ഉണ്ടായതാണ്, അല്ലെങ്കിൽ അർഷാദിന്റെ ഉപദ്രവത്തിലൂടെ ഉണ്ടായതാണ് എന്നുള്ളതാണ് മനസ്സിലായത്. ഇപ്പോൾ മരണകാരണവുമായി ബന്ധപ്പെട്ടാണോ ഈ വാരിയലിലെ 8 മുറിവുകൾ, പൊട്ടലുകൾ അതുകൂടി കാരണമായി എന്നുള്ളതാണോ മനസ്സിലാകുന്നത്? അസുഖ തന്നെയാണ്. കാരണം ആദ്യം പുറത്തു വന്ന വിവരമനുസരിച്ച് പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ ഇതൊരു പരാതിയായി ലഭിക്കുന്നത് കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി മരണപ്പെട്ടു എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത. അങ്ങനെ പോലീസ് ഫസ്റ്റ് FIR ഇടുന്നതും BNS 194 മാത്രം ഉൾപ്പെടുത്തിയാണ്, അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ് എടുത്തിരുന്നത്. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്ന സമയത്താണ് ഈ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മുറിപ്പാടുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ ഉള്ളംകാൽ മുതൽ തല വരെ 51 മുറിവുകൾ ഉണ്ടായിരുന്നു. അതിൽ ഈ തലയിൽ ഒരു ചെറിയ മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ തല പിടിച്ച അർഷദ ഈ കുട്ടിക്ക് മരണം സംഭവിക്കുന്ന ദിവസം അമ്മ വീട്ടിലല്ലായിരുന്നു. അമ്മ ഒരാഴ്ചയായി തമിഴ്നാട്ടിലായിരുന്നു. ആ സമയത്താണ് അർഷാദ ഈ കുട്ടിക്ക് മരണം സംഭവിക്കുന്ന ദിവസം ഉച്ചയോടുകൂടി കുട്ടിയെ അകാരണമായി മർദ്ദിക്കുകയും കുട്ടിയുടെ തല പിടിച്ച ചുവരിലിടിക്കുകയും കുട്ടിക്ക് തലയിൽ വലിയ രീതിയിലുള്ള ക്ഷതമേൽക്കുകയും ചെയ്തു. ചെറിയ മുറിവ് പുരുകത്തിന്റെ വശത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും കുട്ടിയുടെ തലയ്ക്ക് മാരകമായ പരിക്കുണ്ടായിരുന്നു, ഉള്ളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇതാണ് മരണകാരണം എന്നുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിലുള്ള വിശദാംശങ്ങൾ പ്രകാരമാണ് കുട്ടിയുടെ ശരീരത്തിൽ ഈ 91 മുറിവുകളിൽ വാരിയലിൽ മാത്രം 7 പൊട്ടലുകൾ ഉണ്ടായിരുന്നു. ഇതുകൂടിയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി നടത്തിയ കൊലപാതകമല്ല എന്നുള്ളതാണ് വന്നത്. പക്ഷേ ഇതിപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയായിരുന്നു, കൊല്ലാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അർഷദ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഒന്നിച്ച് താമസിക്കാൻ കുട്ടി ശല്യമായി, അതുകൊണ്ട് ഈ കൊലപാതകത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. കുട്ടിയുടെ അമ്മയ്ക്കും ഈ ആക്രമണ വിവരങ്ങളൊക്കെ അറിയാം എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷേ മുൻപ് തന്നെ അഖിലയുടെ അമ്മയാണ് കുഞ്ഞിനെ വളർത്തിയിരുന്നത്. അഖിലയ്ക്ക് കൈമാറുന്ന ഘട്ടത്തിൽ പോലും ആ കുഞ്ഞിനെ പിന്നീടായാലും അഖിലയ്ക്ക് നോക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒന്നിച്ചു താമസിക്കാൻ ഈ കുഞ്ഞ് തടസ്സമാകുന്നുവെന്ന് തോന്നി ആ കുഞ്ഞിനെ കൊല്ലുന്നതിലേക്ക്, ഈ നിലയിൽ ഉപദ്രവിക്കുന്നതിലേക്ക് കടക്കുന്നത് എന്നതുകൂടിയുണ്ട്. ആ അമ്മയ്ക്ക് കൈമാറാമായിരുന്നു ആ കുഞ്ഞിനെ വേണമെങ്കിൽ. പക്ഷേ വലിയ ആസൂത്രണത്തോടു കൂടി കുഞ്ഞിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യമല്ലേ? അസുഖ തന്നെയാണ്. കാരണം അഖിലയുടെ അമ്മ മാത്രമല്ല ഈ കുഞ്ഞിനെ ആവശ്യപ്പെട്ടിരുന്നത്. ഈ കുഞ്ഞിന്റെ സ്വന്തം അച്ഛനുണ്ട് അഖിൽ. അഖില 3 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് അഖിൽ ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം ഈ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ച് ഏകദേശം 3 മാസത്തിന് ശേഷമാണ് അഖിൽ ഈ പറയുന്ന അർഷദിനൊപ്പം പോവുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അഖിലയുടെ അമ്മയോടൊപ്പമായിരുന്നു കുഞ്ഞ്. പിന്നീടാണ് ആ വീട്ടിൽ തന്നെ, കാരണം അഖിലയ്ക്ക് മറ്റൊരു സഹോദരൻ കൂടിയുണ്ട്, ഇളയ സഹോദരനുണ്ട്. അതിൽ ഇളയ സഹോദരന്റെ കുട്ടികൾ കൂടി ആ വീട്ടിലുണ്ട്. അങ്ങനെയാണ് ഈ കുട്ടിയെ മാത്രമായി അഖില പിന്നീട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പക്ഷേ ഏകദേശം 2 മാസം മുൻപാണ് ഈ കുട്ടിക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2
രണ്ട് കൈയും ഒടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ കുട്ടി ഏറ്റെടുക്കാമെന്ന അഖിലയുടെ അമ്മയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ മാതാപിതാക്കളും പറയുകയും ചെയ്തിരുന്നു. രണ്ടുപേരും കുട്ടിയെ ആവശ്യപ്പെട്ടിരുന്നു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അഖിലയാണ് കുട്ടി തന്നോടൊപ്പം നിൽക്കട്ടെ എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയും പോലീസ് അമ്മ പറയുന്നതാണ് ശരിയെന്നുള്ള നിലയ്ക്ക് കുട്ടിയെ അമ്മയോടൊപ്പം വിട്ടുകൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഈ കൈകൾക്ക് ഏറ്റ ക്ഷതവും അതുപോലെ തന്നെ രണ്ട് കൈ ഒടിയുന്ന സാഹചര്യം. എന്തായാലും ആദ്യഘട്ടത്തിൽ മനസ്സിലായതിനേക്കാൾ വലിയ ക്രൂരതയാണ് ആ 1.5 വയസ്സുകാരൻ നേരിട്ടത് എന്നതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ വരുന്നത്. 91 മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത്. വാരിയലിന് പൊട്ടലുണ്ട്. ഒന്നിച്ച് താമസിക്കാൻ കുഞ്ഞ് തടസ്സമാകും എന്ന് തോന്നിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നത്. ജിബിൻ ജേബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.